ഇവിടുന്ന് കയറി പോകുന്നവർ അങ്ങനെ പിടിച്ചു പോകും. പക്ഷെ അവിടെ നിന്ന് ഇറങ്ങി വരുന്നവർ നേരെ റൈറ്റ് അങ്ങോട്ട് കയറിയാണ് എല്ലാവരും. കുറച്ചു നേരത്തേക്ക് നമ്മുടെ ഗതാഗത മന്ത്രി ഒരു ഡ്രൈവറായി. കരിമ്പയിൽ 4 കുട്ടികളുടെ ജീവനെടുത്ത അപകടവളവിന്റെ പ്രശ്നങ്ങൾ സ്വയം ഡ്രൈവ് ചെയ്ത് ബോധ്യപ്പെടാൻ. ഇത് വരുമ്പോൾ ഈ ഓട്ടോ സ്റ്റാൻഡുകളെല്ലാം ഉണ്ട്. ഇത് റൈറ്റ് പിടിക്കുകയാണ് കേട്ടോ. പ്രശ്നം കണ്ടോണം. ഇത് എന്തുകൊണ്ടാണ്? കാരണം ഇവിടെ ഈ വണ്ടി കിടക്കുമ്പോൾ അവിടെ ഇറക്കം ഇറങ്ങി വരുന്നവർ ഇവിടം വരെ ഇങ്ങനെ വരും. അത് കഴിഞ്ഞ് വീണ്ടും പതുക്കെ വലത്തോട്ട് പിടിക്കും. അവിടെ നിന്ന് വരുന്ന വണ്ടികൾ വലത്തോട്ട് കയറി വരുന്നില്ല. പക്ഷെ നമ്മളിങ്ങനെ പോയിട്ട് ഇറങ്ങി വരെയാണ്. ലോഡും വണ്ടിയാകുമ്പോൾ ഇതുപോലെയല്ല, ഈ കാറ് വരുന്ന പോലെയല്ല വരുന്നത്. ഇവിടെ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ വണ്ടികൾ ഇവിടെ കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? വലത്തോട്ട് പിടിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ ലൈൻ. ഇത് ഇവിടെ വണ്ടി ഇട്ട് കഴിഞ്ഞാൽ ഇത് ഇങ്ങോട്ട് പിടിക്കും. ഇങ്ങോട്ട് പിടിച്ചാൽ നമ്മൾ സ്വാഭാവികമായിട്ട് ഇതാണ് ബസ് സ്റ്റോപ്പ്. ഇവിടെയാണ് കുട്ടികൾ നിൽക്കുന്നത്. ഇവിടെയാണ് കുഞ്ഞുങ്ങൾ നിൽക്കുന്നത്. ഇതിപ്പോൾ എന്താ പറയുക, ഇങ്ങനെ വന്ന വണ്ടിയാണ്. ഇപ്പോൾ ആളെ നിൽക്കുന്നത് നമ്മൾ സ്വാഭാവികമായിട്ട് വലത്തോട്ട് പിടിക്കും. കണ്ട, വലത്തോട്ട് പിടിച്ചിട്ട് അവിടെ നിന്നപ്പോൾ ഈ വണ്ടി ഈ നടുവിലത്തെ ചില്ല ഇവിടെ കിടക്കുന്ന നോക്കൂ, നീങ്ങി കിടക്കണം അങ്ങോട്ട്. ഇവിടെയാണ് സാർ കറക്റ്റ് സെൻറ്റർ അല്ല. കണ്ടോ, ഈ സാധനമില്ലേ, ഇത് കറക്റ്റ് സെൻറ്റർ അല്ല. ഇത് അതിൽ പിടിച്ച് വന്നാൽ അവിടെ സ്ഥലമില്ല. പിന്നെ ഇവിടെയാണ് വണ്ടി മറിഞ്ഞത്. ഇവിടെ സ്ഥലമില്ല. അതായത് ഇച്ചിരി ഇവിടെ ഇങ്ങോട്ട് നീങ്ങാം. ഇതിൻ്റെ സെൻറ്ററിൽ പിടിച്ചേക്കുന്ന തെറ്റാണ്. ഈ ഇത് വെച്ച് കണ്ട, ഇവിടെ വന്നപ്പോൾ വീണ്ടും അവിടെ വീതി കൂടി. 2 വശം ഒരേ വീതിയായി. കണ്ടോ, പിന്നെ വീണ്ടും 2 വശം ഒരേ വീതിയായി. അവിടെ വരുമ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ ആ സൈഡിൽ വീതി കുറവും, ഈ സൈഡിൽ കൂടുതലും. അപ്പോൾ റൈറ്റ് കയറി വരാനുള്ള ടെൻഡൻസി കൂടുതലുണ്ടാവേണ്ട. അതുകൊണ്ട് അങ്ങോട്ട് കയറിപ്പോയത് ഈ വണ്ടി. പാലക്കാട് നിന്ന് മണ്ണാർക്കാട് റൂട്ടിലും തിരിച്ചും മന്ത്രി KB ഗണേഷ് കുമാർ കാർ ഓടിച്ചു. തിന്നുന്നത് ഇവിടെയാണ് വെള്ളം കെട്ടിയിരിക്കുന്ന പ്രസിഡന്റ്. അത് ഇവിടെ തന്നെ, ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ റൈറ്റിൽ അവിടുന്ന് വരുന്ന ഇവിടെ കെട്ടിക്കിടക്കും. ഇവിടെ മുഴുവൻ വെള്ളതാണ്. ഈ പോലീസ് ഭാഗത്ത് വെള്ളം കെട്ടിക്കിടക്കും. ഇതാണ് സാർ സ്പോട്ട്. ഇവിടേക്കാണ് ലോറി. അതിന്റെ കാര്യം പ്രസിഡന്റ് നോക്കിയാണ്. കരിമ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ജനപ്രതിനിധികളും KSRTC MD പ്രമോദ് ശങ്കറും മന്ത്രിക്കൊപ്പം കാറിലുണ്ടായിരുന്നു. ഈ പാലക്കാട് നിന്ന് കോഴിക്കോടേക്ക് വരുന്ന ഈ സൈഡിൽ വീതി കുറവാണ്. അങ്ങനെ വരുമ്പോൾ വണ്ടി വലത്തോട്ട് പിരിയും. അപ്പോൾ നമ്മൾ ആദ്യം ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ മാർക്കിനെ മാറ്റിക്കൊണ്ട് ഒരു 2 മീറ്റർ അങ്ങോട്ട് മാറ്റി നടുവിലൂടെ ഡിവൈഡർ വയ്ക്കുകയും ആ ഓട്ടോ സ്റ്റാൻഡിനെ ഇടതുവശത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാനാണ് ഉദ്യോഗസ്ഥന്മാരുടെ നിർദ്ദേശം കൊടുക്കുന്നത്. ഷിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ വണ്ടി കുറച്ചുകൂടി ആ വശം ചേർന്ന് വരും. പിന്നെ തെന്നി വരുന്നു എന്നുള്ള പ്രശ്നമാണ്. അതിനെ ഇത് ചിപ്പ് ചെയ്യുകയും. സ്വന്തം അനുഭവത്തിൽ നിന്ന് ഈ റോഡിന്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ് ഗതാഗത മന്ത്രി. ആ യാത്രയിൽ മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്ന ക്യാമറമാൻ നിഖിൽ ജോസഫിനൊപ്പം ബിനിൽ, മാതൃഭൂമി ന്യൂസ്.